വയനാട് മാനന്തവാടിയിൽ ആദിവാസി യുവാവിനെ റോഡിലൂടെ വലിച്ചിഴച്ച് കൊടും ക്രൂരത. പയ്യമ്പള്ളിയിലെ മാതനെയാണ് കാറിന്റെ ഡോറിൽ കൈ ചേർത്ത് പിടിച്ച് 1/2 കിലോമീറ്ററിലധികം ദൂരം വലിച്ചിഴച്ചത്. 2 സംഘങ്ങൾ തമ്മിലുള്ള തർക്കത്തിൽ ഇടപെട്ടപ്പോഴായിരുന്നു ഈ ക്രൂരമർദ്ദനവും ഈ ക്രൂരതയും. കാറിനായുള്ള അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കാൻ മന്ത്രി OR കേളു വയനാട് ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. KL 52 H87 33 നമ്പറിലുള്ള ചുവപ്പ് മാരുതി സെലേറിയോ കാറിലെത്തിയ 4-അംഗ സംഘമാണ് ആദിവാസി യുവാവിനോട് ക്രൂരത കാട്ടിയത്. കുറ്റിപ്പുറം സ്വദേശി മുഹമ്മദ് റിയാസിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് കാർ. ഇന്നലെ ഉച്ചയോടെ കൂടൽക്കടവ് ചെക്ക് ഡാം കാണാൻ എത്തിയതായിരുന്നു സംഘം. ഇതിനിടെ മറ്റൊരു സംഘവുമായി ഇവർ വാക്കുതർക്കത്തിലായി. അസഭ്യം പറഞ്ഞ് തർക്കം മൂത്തതോടെ ഇവരെ പിന്തിരിപ്പിക്കാൻ നാട്ടുകാർ ശ്രമിച്ചു. ഇതോടെ സംഘം നാട്ടുകാർക്ക് നേരെ തിരിഞ്ഞു. സംഘത്തിലെ ഒരാൾ കല്ലെടുത്ത് നാട്ടുകാരെ ആക്രമിക്കാൻ ശ്രമിച്ചതിനെ ചോദ്യം ചെയ്തപ്പോഴായിരുന്നു മാതന് നേരെയുള്ള ആക്രമണം. മാതനെ മർദ്ദിച്ച സംഘം കാറിന്റെ ഡോറിൽ കൈ ചേർത്ത് പിടിച്ച് 1/2 കിലോമീറ്ററിലധികം വലിച്ചിഴച്ചു. അരയ്ക്കും കൈകാലുകൾക്കും ഗുരുതരമായി പരിക്കേറ്റ മാതൻ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ വധശ്രമത്തിന് പോലീസ് കേസെടുത്തു. ന്യൂസ് 18 വയനാട്.